ഹായ്. എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് പാല് കൂടാൻ, ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഏത് ഫുഡാണ് കഴിക്കേണ്ടത്, എന്ത് സപ്ലിമെൻ്റ് ആണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് പമ്പ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഇൻബോക്സിൽ നിന്ന് തരാറുണ്ട്. പക്ഷേ ഒരു മദർ പോലും ചോദിക്കാറില്ല ഞാനിപ്പോൾ എടുക്കുന്ന സ്ട്രെസ്സ്, ഞാൻ എടുക്കുന്ന ഈ ആങ്സൈറ്റി, ഞാൻ എടുക്കുന്ന ഈ സെൽഫ് ഡൗട്ട് എൻ്റെ മിൽക്ക് പ്രൊഡക്ഷനെ സാരമായിട്ട് ബാധിക്കാറുണ്ടോ എന്ന്. ചോദിച്ചില്ലെങ്കിലും പറയാണ് അത് നിങ്ങളെ സാരമായി ബാധിക്കുന്നു. ബിക്കോസ് ഒരു മദറിൻ്റെ സ്ട്രെസ് ലെവൽ ഓക്സിടോക്സിനെ ഡിക്രീസ് ചെയ്യാം. ഓക്സിടോക്സിൻ ഹാപ്പി ഹോർമോണാണ്. ആ ഹോർമോണാണ് നമ്മളെ ലെറ്റ് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും ഒന്നും ശരിയല്ല, നമ്മൾ ഒരുപാട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് സെൽഫ് ബ്ലെയിം ചെയ്ത് ഒരു ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിലോട്ട് എൻ്റർ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും പ്രോപ്പർ മിൽക്ക് സപ്ലൈ ഉണ്ടാവില്ല. എപ്പോഴും ഒരു കാമർ സൈഡായിട്ടിരിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര കൺഫ്യൂഷൻ വരുന്നത് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് നോളജ് ഇല്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്രഗ്നൻസിയിൽ തയ്യാറെടുക്കുന്നില്ല. പോസ്റ്റ്പാർട്ടത്തിൻ്റെ ബ്രെയിൻ ഫോഗും പോസ്റ്റ്പാർട്ടം ഹോർമോണൽ ചേഞ്ചസും പോസ്റ്റ്പാർട്ടത്തിൻ്റെ ഉറക്കമില്ലായ്മയിലും സ്റ്റിച്ച് പെയിനിലും ഒക്കെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പഠിച്ചാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഡെലിവറി കഴിഞ്ഞ് ഉറക്കമില്ലാത്ത ഒരാൾ ഓൾറെഡി ഇരുന്ന് രാത്രി ഫുള്ള് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സ്ക്രോൾ ചെയ്യുന്നു പാലുണ്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴല്ല പഠിക്കേണ്ട അപ്രോപ്രിയേറ്റ് ടൈം. പ്രഗ്നൻസിയിൽ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ, നിങ്ങളുടെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി എളുപ്പമാവാൻ. ഹാപ്പി ബ്രസ്റ്റ് ഫീഡിങ് വീക്ക്.